ഹായ് വെൽക്കം ടു ഡിവിൻ ഡ്രോപ്സ്. കുറേ നാളുകളായി വീഡിയോ ഇട്ടിട്ട് തണുപ്പായതുകൊണ്ട് പുറത്തൊക്കെ പോകാൻ ഭയങ്കര മടി. പിന്നെ ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് ഇനിയും ഒരു ക്രിസ്മസ് വൈബ് എന്തായാലും കാണുമല്ലോ പുറത്ത്. അപ്പം ഒന്ന് കണ്ടിട്ട് എല്ലായിടും ഒന്ന് വിസിറ്റൊക്കെ ചെയ്ത് വരാമെന്ന് ഓർത്തിട്ട് ഇനി വെളിയിൽ പോകാനായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഇന്നത്തെ ക്രിസ്മസ് വൈബും ക്രിസ്മസ് മാർക്കറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം പോകാനായിട്ട് റെഡിയായി, നമുക്ക് പോവാം. വീടൊക്കെ പൂട്ടി ഇറങ്ങാം. പുറത്ത് നല്ല മഞ്ഞാണ്, വ്യക്തമായിട്ട് നമുക്ക് കാണത്തൊന്നുമില്ല. ഇത് കാണുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ ഏകദേശം 1 മണിയായി, പക്ഷേ സ്റ്റില്ല് നല്ല മഞ്ഞാണ്. ആദ്യമേ മോറിസൺസ് വരെ ഒന്ന് പോയിട്ട് മീനൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് വരാം. പക്ഷെ പോകുന്ന എല്ലായിടത്തും ഞാൻ ഓടിപ്പോയിട്ട് ഈ ചെടികളൊക്കെ ഇരിക്കുന്നിടത്താണ് പോയി നോക്കുന്നത്. അവിടെയും ക്രിസ്മസ് വൈബാണെന്നുള്ളതാണ് സത്യം. മീനൊക്കെ നോക്കി, അത്യാവശ്യം മീനൊക്കെ മേടിച്ചു, തിരിച്ചിറങ്ങി. ചോക്ലേറ്റ്സാണ് എല്ലായിടത്തും ഇരിക്കുന്നത്. പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് ക്രിസ്മസ് ട്രീ. ഇത് ഫ്രഷായിട്ടുള്ള ട്രീ വെട്ടിയെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയുള്ളതിനകത്താണ് മിക്കവാറും ഉള്ളവരൊക്കെ ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ചെറുതും വലുതും ഒക്കെ കാണും. നല്ല വിലയും ഉണ്ടായിരിക്കുമേ ട്രീക്ക് ഇങ്ങനെ വെച്ചേക്കുന്നത്. മിക്കവാറും എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും, ഫ്രഷായിട്ടുള്ള ട്രീയിലായിരിക്കും ഇടുന്നത്. ഇതുകൊണ്ട് വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ട്രീ ആയത്. എല്ലായിടത്തും ടോട്ടലി ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് വൈബുമാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിലൊന്ന് പോകാമെന്ന് കരുതുന്നു. ജസ്റ്റ് ഒന്ന് കാണാം, ഒന്നും വാങ്ങിക്കാനൊന്നുമല്ല. ഈ ക്രിസ്മസിൻ്റെ വൈബും ക്രിസ്മസ് മാർക്കറ്റും സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇറങ്ങുക. വാങ്ങിക്കണം എന്നൊന്നും ഒരു സാധനം വാങ്ങിക്കണമെന്ന് കരുതുന്നില്ല, പക്ഷേ ചിലപ്പോൾ വാങ്ങിക്കുമായിരിക്കും. ഇത് നെക്സ്റ്റിൻ്റെ ഷോപ്പാണ്, അവിടുത്തെ ഡെക്കറേഷനായത്. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ അതൊരു ചോക്ലേറ്റിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ ബസ്സാണ്. അതിനകത്ത് ചോക്ലേറ്റ് അടുക്കി വെച്ചേക്കുക. എല്ലായിടവും ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുവാണ്. എന്തായാലും പോയ വഴിക്ക് വെറുതെ പ്രൈമാർക്കൂടെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് ഓർത്തിട്ട് അവിടെയും കൂടി ഒന്ന് ചുറ്റിക്കിറങ്ങി. വലുതായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല, എന്നാലും ജസ്റ്റ് എല്ലാം ഡെക്കറേഷനൊക്കെ ഒന്ന് കണ്ട് 2-3 സാധനമൊക്കെ വാങ്ങിച്ചു. നമുക്ക് തിരിച്ചു പോകാം. ഞാനിപ്പോൾ ഉന്നം വയ്ക്കുന്നത് ക്രിസ്മസ് മാർക്കറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എക്സിറ്റർ കത്തീഡ്രലിൻ്റെ സൈഡിലാണ് ക്രിസ്മസ് മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇത് പ്രൈമാർക്കിൻ്റെ അകത്തുള്ള ഡെക്കറേഷൻസാണ്. നല്ല രസമില്ലേ കാണാൻ. ഇതിൻ്റെ അപ്പുറത്തെ കോർണറിൽ ഒരു വണ്ടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മാനും ഒരു ക്രിസ്മസിൻ്റെ വണ്ടിയും ഒക്കെ ആയിട്ട് ക്രിസ്മസ് അപ്പൂപ്പന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ കയറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നമുക്ക് ആ സൈഡിലോട്ട് ഒന്ന് പോയിട്ട് നോക്കാം. അത് നല്ല രസമാണ് കാണാൻ. ഇതെല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഉള്ളതാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും ഞങ്ങളിവിടെ പോയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്താണ്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് ഓർത്തിട്ട് വന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇത് 2 മാന്, അതിനകത്തൊരു വണ്ടി. ആ വണ്ടിയുടെ അകത്ത് നമുക്ക് കയറിയിരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട്. അവിടെ കയറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല രസമല്ലേ. ഇതാണ് വണ്ടി. ഇനി നമുക്ക് പുറത്ത് പോകാം. എനിക്ക് ക്രിസ്മസ് മാർക്കറ്റ് കാണണം. പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട്, കഴിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇനി എന്തെങ്കിലും കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോവാം. സമയം 3 മണിയായിട്ടുള്ളൂ, പക്ഷേ ഇപ്പം നേരം വൈകും. അതുകൊണ്ട് പെട്ടെന്ന് പോവാം. അതിൻ്റെ ഇടയ്ക്ക് അച്ചാച്ചൻ പറഞ്ഞു വിൽക്കോയിൽ കൂടെ ഒന്ന് കയറാമെന്ന്. അവിടെയും കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് ഓർത്തപ്പോൾ അവിടെയും മൊത്തം ഫുള്ളും ഡെക്കറേഷനുള്ള സാധനങ്ങളാണ്. അധികം വിലയൊന്നും എനിക്ക് നോക്കിയിട്ട് അത്ര ഭയങ്കര വിലയായിട്ടൊന്നും എനിക്ക് തോന്നില്ല. പക്ഷെ ഭയങ്കര രസമായിട്ടോ, ഗംഭീരമായിട്ടുള്ള ഇവർ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാം. ചില കാര്യങ്ങളൊക്കെ കാണിക്കാമേ. ക്രിസ്മസ് അപ്പൂപ്പനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കൊരു ബോക്സായിട്ട് വാങ്ങിക്കാം. വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളത് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. വിത്ത് ലൈറ്റ്സ്, വിത്തൗട്ട് ലൈറ്റ്സ് എല്ലാം നമുക്ക്
വാങ്ങിക്കാൻ കിട്ടി ഈ ഷോപ്പിൽ. ഇത് കണ്ടോ, ഈ അപ്പൂപ്പൻ്റെ വണ്ടിയും എല്ലാം കൂടെ ഇതിന് 49, ഏകദേശം 50 പൗണ്ടാണ്. അത് നല്ല രസമുണ്ട്. അതിൻ്റെ ബോക്സാണിത്. അതിന് 50 പൗണ്ടാണ്. അത് ഇച്ചിരി വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ വിലയുണ്ട്, പക്ഷേ അത് നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പം ആ പൈസ അതിൽ വലിയ ചാർജില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്കല്ലാതെ വെക്കാൻ പറ്റുന്ന ഇത് കണ്ടോ, ഡെക്കറേഷൻസ് ഇതെല്ലാം വിത്ത് ലൈറ്റിൽ നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഇട്ടാൽ മാത്രം മതി, അത് നമുക്ക് കൊണ്ട് വയ്ക്കാം. ലൈറ്റ്സ് പല തരത്തിലുള്ളതാണ് കണ്ടോ, നമുക്കത് വാങ്ങിക്കാം. അതവർ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് ഒരു പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പെയർ ഇഷ്ടം പോലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ചിലതൊക്കെ അവർ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ അല്ലാതാണ് വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, പെൻഗ്വിൻസ് എല്ലാം നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എങ്ങും ഓടി നടക്കണ്ട, വിൽക്കോയിൽ വന്നാൽ മതി കേട്ടോ. അപ്പം എൻ്റെ വീട് ഓൾറെഡി നിറയെ ക്രിസ്മസിൻ്റെ സാധനങ്ങളുണ്ട് നിറഞ്ഞിരിക്കുക. അവിടെ സ്ഥലങ്ങളൊന്നുമില്ല, എങ്കിലും ഏകദേശം ചില സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, മാന്. ജസ്റ്റ് ഇതെല്ലാം നമ്മൾ വിത്ത് പാക്കറ്റിൽ, നമ്മളത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, വീട്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ലൈറ്റ് കണക്ട് ചെയ്താൽ, ലൈറ്റ് കണക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വിച്ചിൽ വെച്ച് ഓൺ ചെയ്താൽ മാത്രം മതി. ട്രീയും എല്ലാം സംഭവങ്ങളും. പിന്നെ വേറൊരു സാധനം ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാമേ. അത് നല്ല രസമാണ്. എനിക്കത് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ല. ഇത് കണ്ടോ, കുട്ടി മാന്. അതിനൊന്നും അത്ര വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഫുള്ളും പലതരത്തിലുള്ള ഡെക്കറേഷൻസാണ്. കമ്പയറിങ് ടു അതർ ഷോപ്പ് വെച്ച് നോക്കുമ്പം എനിക്ക് ഒത്തിരി വിലയൊന്നും തോന്നുന്നില്ല. മിനിമം എല്ലായിടത്തും 7-8 പൗണ്ടൊക്കെ ആവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഞാനവിടെ 4 പൗണ്ട് തൊട്ട് 2 പൗണ്ടൊക്കെ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കണ്ടു കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടു വെച്ചിട്ടുണ്ട്. സൈക്കിളിൻ്റെ മണ്ടയിലിരിക്കുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. അതുകൊണ്ടോ, അതൊരു ക്ലോക്കാണ്. അതിന് 10 പൗണ്ടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ വെട്ടത്തിൻ്റെ കുറവുകൊണ്ട് അത്ര നന്നായിട്ട് എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ടോ, ബെല്ല. ഇതിന് 1 പൗണ്ടേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്. അത് സെയിം എനിക്ക് വീട്ടിൽ ഒരെണ്ണമുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. നല്ല രസമില്ല ഇവിടെ എല്ലാം കാണാൻ. ശരിക്കും വെട്ടം നന്നായിട്ടൊരു കുറവ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമില്ലേ കാണാൻ. ഇത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ക്യാപ്പാണ്, തൊപ്പി. അത് കുറേ ഉണ്ട് കേട്ടോ, ഒരു 10 എണ്ണമെങ്കിലും കാണുമായിരിക്കും. അതിങ്ങനെ അങ്ങനെ കെട്ടിയിട്ടേക്കുവാണ്. ഇവിടെ മൊത്തം സാൻഡയുടെ കളക്ഷൻസാണ്, പല രീതിയിലുള്ളതുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സാധനം ഇതാക്കി തരാം. ഒരു സൈക്കിളിൽ ഒരു സാന്റാക്ലോസ് ഇരിക്കുന്നതാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് കുറച്ച് വലുതാണ്, അത് വീട്ടിൽ വെക്കാനും മാത്രം അത്ര സ്പേസ് ഇല്ല. ഇത് കണ്ടോ, ഇതിന് ആക്ച്വലി 40 പൗണ്ട് വെച്ച് നോക്കുമ്പോൾ അത് കുഴപ്പമില്ല. കാരണം അത് വലിയൊരു, ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയാലും അത് വലിയൊരു സാന്റാക്ലോസ് പ്ലസ് അത് വണ്ടിയും എല്ലാം കൂടെ വലിയൊരു ബോക്സാണ്. അത് 40 പൗണ്ടിന് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനത് വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനത് കണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അച്ചാച്ചൻ പോയിട്ട് എന്തൊക്കെയോ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പാത്രമൊക്കെ വാങ്ങിച്ചു. അത് നല്ല കാണാൻ കൊള്ളാം. ഞാനത് പിന്നീട് കാണിച്ചു തരാം. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങാം, കാരണം സമയം വൈകിക്കൊണ്ടേ ഇരിക്കുവാണ്.
ഇവിടെ ഇങ്ങനെ നിന്നാൽ കറങ്ങി കറങ്ങി ഇവിടെ തന്നെ നിൽക്കും. എനിക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ പോകണം. ഒത്തിരി നേരെ ഇരുട്ടി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നൈറ്റിലാണ് അതിൻ്റെ വൈബ്. നീ അങ്ങോട്ട് പോവാമെന്ന് ഓർത്തിട്ട് നമ്മൾ റോഡിൽ കൂടെ നടക്കുവാണ്. കണ്ടോ, റോഡ് മൊത്തം ലൈറ്റ് വെച്ച് അലങ്കരിച്ചേക്കുവാണ്. വിശക്കുന്നതുകൊണ്ട് ഇതിൽ കഴിച്ചിട്ട് അകത്തോട്ട് പോകാമെന്ന് ഓർത്തിട്ട് ജസ്റ്റ് ഫുഡ് വാങ്ങിച്ചു. അവിടെ ഇരുന്ന് തന്നെ കഴിച്ചിട്ട് നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോവാം. അവിടെ ഒരുപാട് ഷോപ്പുണ്ട്, വേണമെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാം. പക്ഷേ എനിക്കിഷ്ടപ്പെടുന്ന സാധനം അവിടെ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള KFC കഴിച്ചിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അച്ചാച്ചൻ ബർഗറും കഴിച്ചു. ഇനി നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോവാം. ആക്ച്വലി ഒരു 5 മണി ആയിട്ടുള്ളൂ. ഫുള്ളും ഡാർക്കായി. അത് കാണാൻ പറ്റും വെച്ചാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുടില് പോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതാണ് ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. അവിടെ നമുക്ക് ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ട്. എനിക്ക് അത്ര ഈ ഫുഡ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചത്. ഇത് കണ്ടോ, ഇതൊരു ബാറാണ്. അതിനകത്ത് പോയിട്ട് നമുക്ക് അകത്ത് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാം. ഇത് പുറത്താണ്, അതായത് കത്തീഡ്രലിൻ്റെ പുറത്താണ് ഇത് മൊത്തവും അലങ്കരിച്ചേക്കുന്നതും ഈ ഷോപ്സ് മൊത്തം ഉള്ളതും. അതിന് നടുക്ക് കുറച്ച് ചെയർസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് അവിടെ വന്നിരുന്ന് കഴിക്കാം കേട്ടോ. ഒരുപാട് കടകളുണ്ട്. വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട്. നന്നായിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വേറെ ദിവസം വന്ന് നമ്മൾ എടുക്കണം. എനിവേ, വയറൊക്കെ ഫുള്ളായതുകൊണ്ട് സ്വീറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ കടകളിലൊക്കെ നടക്കുന്നത്. തായ് ഫുഡ് അല്ലാതെയുള്ള ഒരുപാട് ഫുഡൊക്കെ ഞാൻ കണ്ടു. ഡോണറ്റ്സ് കണ്ടപ്പം എന്നാൽ പിന്നെ ഡോണറ്റ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എന്താ അതിന് പറയുന്നത്, നമ്മുടെ ന്യൂട്ടല്ലയ്ക്കകത്ത് മുക്കിയെടുത്തേക്കുന്ന ഡോണറ്റ്സ് മേടിക്കാമെന്ന് ഓർത്തു. നല്ല തണുപ്പുമുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് കിട്ടി. നല്ല ചൂടുള്ള ഡോണറ്റ്സിനകത്ത് ന്യൂട്ടല്ല പുരട്ടിയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് തോന്നി. ഞാൻ സാധാരണ ഈ ഡോണറ്റ്സിനൊന്നും അതേ ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ ഇവിടെ വരെ വന്നതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ആ ഡോണറ്റ്സ് വാങ്ങിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ടേസ്റ്റുള്ള ഡോണറ്റ് കഴിക്കുന്നത്. ഇതാണ് ഷോപ്സ്. ഒരുപാട് ഷോപ്പുകളുണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ അതിലെ കൂടെ ഒക്കെ കറങ്ങി, എല്ലാ ഷോപ്പൊന്നും നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം അവിടെ ഒരു പുൽക്കൂടും അതിൽ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാമേ. ഇതാണ് ഞാൻ പറഞ്ഞ പുൽക്കൂട്. ഇത് നല്ല ഉയരത്തിൽ, സ്റ്റാച്യൂസിനെല്ലാം നല്ല ഉയരമുണ്ട് കേട്ടോ. എന്താ, ഒരു നല്ല രസമുണ്ട് അതെല്ലാം കാണാനായിട്ട്. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇനി പോകാമെന്നോർത്തു. ഏകദേശം നല്ല രസമാണ് എന്തായാലും ഇവിടെയെല്ലാം കാണാൻ. നല്ലൊരു ക്രിസ്മസ് വൈബ്. ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടിട്ട്. ഇനി നമുക്ക് തിരിച്ചു പോകാം. കാരണം രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. എല്ലാ കടകളൊക്കെ കയറി ലാസ്റ്റ് ഇവിടെ വരെ എത്തി. ഇപ്പം 6 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കരമായിട്ട് ഇരുട്ടായി. ഇന്ന് നമുക്ക് കാറ് പാർക്ക് ചെയ്തെടുത്ത് പോയി കാർ എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അപ്പം അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? അപ്പം ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. ഇപ്പം നമ്മൾ അങ്ങോട്ട് സിറ്റി സെൻറ്ററിലോട്ട് പോകുന്നിടത്ത് കുറേ കടകളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ് ടു 9 o'clock ഇത് നന്നായിട്ട് ആൾക്കാരൊക്കെ കാണും. തണുപ്പെന്നുള്ളതൊന്നും ഇവിടെ ഒരു പ്രശ്നമൊന്നുമല്ല. ലൈറ്റ് ഡെക്കറേഷൻസ്, ക്രിസ്മസിൻ്റെ ഒരു വൈബ്, അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. എനിവേ, നമുക്ക് തിരിച്ചു പോവാം. ഒരുപാട് സമയം ആയി. അപ്പം നമുക്ക് തിരിച്ചു പോകാം.
ഇതിങ്ങനെ ഡെക്കറേഷൻസൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്തോറും പുതിയത് കണ്ടുകൊണ്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ഇത് കൗൺസിലാണ് മൊത്തവും ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെ. ഇത് കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സെയിം ഡെക്കറേഷൻസ് തന്നെയാണെന്ന് തോന്നുന്നു എല്ലാ വർഷവും. ഇനി തിരിച്ച് നമുക്ക് കാറ് പാർക്ക് ചെയ്തെടുത്ത് ചെന്ന് കാറെടുത്ത് വീട്ടിൽ പോകാം. എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബായ്.